ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ്. ഈ ന്യൂ ഇയറിന് നമുക്കൊരു സ്പെഷ്യൽ ബീഫ് ഫ്രൈ തയ്യാറാക്കിയാലോ? വളരെ സ്പൈസിയും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ബീഫ് ഫ്രൈ ആണിത്. ബീഫ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഏകദേശം 1 കിലോ ബീഫാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കട്ട് ചെയ്തതിന് ശേഷം ഒരു 4 പ്രാവശ്യം വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുള്ള ബീഫാണിത്. ഇതിലേക്ക് നമുക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി, അത് നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളകാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ്. മല്ലിപ്പൊടി ഒരു വലിയ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1.5 ടീസ്പൂൺ കുരുമുളക് ചതച്ചതാണ്. ചതച്ച കുരുമുളക് ചേർക്കുന്നതാണ് കേട്ടോ കൂടുതൽ ഫ്ലേവറും കിട്ടുന്നത്, കൂടുതൽ നല്ലൊരു മണമൊക്കെ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ പൊടിച്ച് തന്നെ ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒട്ടും തന്നെ വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ബീഫ് വേകുമ്പോൾ അതിൽ നിന്ന് ധാരാളം വെള്ളം ഇറങ്ങിക്കൊള്ളും. ബീഫ് വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഒരു 7-8 വിസിലെങ്കിലും നമുക്ക് വേണ്ടി വരും. ഒരു 8 വിസിലിന് ശേഷം പ്രഷറൊക്കെ താഴെ പോയതിന് ശേഷം നമ്മൾ മൂടി തുറന്ന് നോക്കിയപ്പോൾ ഒരല്പം വെള്ളം ഒന്ന് ബാക്കിയുണ്ട്. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ബീഫ് വേവിക്കാനായിട്ട് വെച്ചിരുന്നത്, പക്ഷേ ബീഫിൽ നിന്ന് കുറേ വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് മൂടി തുറന്ന് വെച്ചിട്ട് നമുക്ക് വറ്റിച്ചെടുക്കാം. ബീഫിലെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ബീഫ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ നാടൻ കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഫ്രൈ തയ്യാറാക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കൊരു 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും നീളത്തിലരിഞ്ഞ ഒരു സവാള ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാളയാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. സവാള ഒരുപാടങ്ങ് ബ്രൗണൊന്നും ആകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർക്കാം. കുറച്ച് തേങ്ങാക്കൊത്തുണ്ട്, അതും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് ലൈറ്റ് ബ്രൗൺ നിറമായിട്ട് വരണം. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച കുരുമുളക് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മീറ്റ് മസാലയും കൂടെ ചേർക്കാം. മീറ്റ് മസാലയ്ക്ക് പകരം ഗരം മസാല ചേർത്താലും മതിയാകും. ഇനി ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ചെറു തീയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അവസാനമായിട്ടൊരല്പം ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് ഫ്രൈ റെഡിയായി. ഈ ന്യൂ ഇയറിന് എല്ലാവരും ഈ സ്പെഷ്യൽ ബീഫ് ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്